മക്കളെ, ഇന്ന് നമുക്ക് രൂരു എന്ന കഹാനിയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും ക്വസ്റ്റ്യൻ ആൻസറും നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, जेब से सिर बाहर निकालने पर रूरू ने क्या क्या देखे होंगे. 23-ാമത്തെ പേജിലാണ് ഈ ചോദ്യം വരുന്നത്. രൂരു ആ സഞ്ചിയിൽ നിന്നും തല പുറത്തേക്ക് ഇട്ടല്ലോ, ആ സമയത്ത് കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കാം എന്നാണ് ചോദ്യം. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. രൂരു ഏക് ബഡി ദുനിയാക്കോ ദേക്കാ ഹേ. എന്താണ് കണ്ടത്? രൂരു ഒരു വലിയ ലോകം കണ്ടു. ഏക് സുന്ദർ ദുനിയ, ഒരു സുന്ദരമായ ലോകം. ഉസ്മേം കൈ സാരേ രംഗ്, അതിൽ പല നിറത്തിലുള്ള നിറങ്ങളുണ്ടായിരുന്നു. ആവാസയും ശബ്ദങ്ങളും അതുപോലെ തന്നെ ഖുശുബു സുഗന്ധവും ഉണ്ടായിരുന്നു. എത്രയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഇത് ചോദ്യമാണ് കേട്ടോ, ഇത് ചോദ്യമാണ്. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. साथी को बुलाना और मिलकर घोंसला बनाना यहाँ चिड़िया का कौन सा മനോഭാവ പ്രകട होता है. കൂട്ടുകാരനെ വിളിക്കുക, അതുപോലെ തന്നെ ഒന്നിച്ച് ചേർന്ന് കൂടുണ്ടാക്കുക, ഇതിൽ നിന്നും ഇവിടെ ആ പക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദ്യം. 25-ാമത്തെ പേജിലുള്ള ചോദ്യമാണ്. അതിൻ്റെ ആൻസർ നോക്കാം. ചോദ്യം അവിടെ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്. സാത്തിക്കോ ബുലാന ഓർ മിൽക്കർ ഗോസല ബനാന യഹാൻ ചിടിയാക്ക കോൻസ മനോഭാവ പ്രകടത്തായ. കൂട്ടുകാരനെ വിളിച്ചിട്ട് ഒന്നിച്ച് ചേർന്ന് കൂടുണ്ടാക്കുക എന്നതിൽ നിന്നും പക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഏക് സാത്ത് മിൽക്കർ ലെഡിനേക്ക് മനോഭാവ് യഹാം പ്രകടത്തായ. ഒന്നിച്ച് ചേർന്ന് പൊരുതാനുള്ള മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഒന്നിച്ച് ചേർന്ന് പൊരുതാനുള്ള മനോഭാവം. ഇനി അടുത്ത 3-ാമത്തെ ചോദ്യം 26-ാമത്തെ പേജിലാണ് ഈ ചോദ്യം വരുന്നത്. യഹാം രൂരു കെ ചരിത്ര കി കോൻ സി വിശേഷത പ്രകട ഹോത്തി ഹെ. ഇവിടെ രൂരുവിൻ്റെ സ്വഭാവത്തിൻ്റെ എന്ത് വിശേഷതയാണ് പ്രകടമാകുന്നത് എന്നാണ് 3-ാമത്തെ ചോദ്യം. രൂരുവിൻ്റെ സ്വഭാവത്തിൻ്റെ എന്ത് വിശേഷതയാണ് ഇവിടെ പ്രകടമാകുന്നത്? യഹാം രൂരു ചരിത്രക്ക് കോൺസി വിശേഷത പ്രകട ഹോത്തി. ആ ചോദ്യം ഒന്നും കൂടെ ഇവിടെ എഴുതിയതാണ് കേട്ടോ. അതിൻ്റെ ആൻസർ ദൂസരോ കി മദദ് കർണേക്ക് വിശേഷത പ്രകട ഹോത്താ ഹെ. എന്താണ് പ്രകടമാകുന്നത്? ദൂസരോ കി മദദ് കർണേക്ക് വിശേഷത, മറ്റുള്ളവരെ സഹായിക്കാനുള്ള വിശേഷത പ്രകടമാകുന്നു. ഇതൊന്നിച്ചാണ് കേട്ടോ. ദൂസരോ കി മദദ് കർണേക്ക് വിശേഷത പ്രകട ഹോത്താ ഹെ. ഇത്രയും സ്പേസ് ഇട്ടിട്ട് എഴുതണ്ട, കുറച്ചുകൂടെ അടുത്തേക്ക് എഴുതിക്കോ. ഞാൻ എഴുതുമ്പോൾ അങ്ങനെ വന്നതാണ്, അപ്പം അങ്ങനെ തന്നെ പറഞ്ഞതാണ് കേട്ടോ. ദൂസരോ കി മദദ് കർണേക്ക് വിശേഷത പ്രകട ഹോത്താ ഹെ. അപ്പം 3 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് ആക്ടിവിറ്റിയാണ്. നമുക്ക് ആക്ടിവിറ്റി നോക്കാം. ഒന്നാമത് വരുന്നത് കിസ്നെ കഹ എന്നാണ്. ആര് പറഞ്ഞു, ആരാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. ഇവിടെ പക്ഷി എന്തോ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ താഴെ മേരാ കോയി ദോസ്ത് നഹി, എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല. ബഹർ ജാക്കർ ദോസ്ത് ബനാവോ, പുറത്തു പോയിട്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കൂ. മേരാ ഗോൻസല ബിഗർ ഗയാ ഹെ, എൻ്റെ കൂട് തകർന്നു പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ആരൊക്കെയാണ് പറഞ്ഞതെന്നാണ് ചോദ്യം. എൻ്റെ കൂട് തകർന്നു പോയി എന്ന് ഈ ലാസ്റ്റ് പറഞ്ഞത് ആരാണ്? പക്ഷിയാണ് പറഞ്ഞത് അല്ലേ. അപ്പം ലാസ്റ്റ് നിന്ന് കണ്ടോ, ലാസ്റ്റ് നിന്ന് ഇങ്ങനെ നമ്മൾ ഒന്നിലേക്ക് വരച്ചു. പക്ഷി പറഞ്ഞു. രണ്ടാമത് കങ്കാരുവിൻ്റെ സഞ്ചിയിലിരുന്നുകൊണ്ട് കങ്കാരു കുഞ്ഞ് രൂരു എന്താ പറയുന്നത്? എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല എന്നല്ലേ. മേരാ കോയി ദോസ്ത് നഹി, ഒന്നാമത്തത് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ 3 പുറത്ത് പോയിട്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറയുന്നതാണ് അല്ലേ. അപ്പം എന്താണ്? ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ എന്ന് പറഞ്ഞത് ആരാണ്? അതായത് ഇനി ക്രമത്തിൽ എഴുതിയ കാണിക്കാം. 1 ഇതാണ്, 2, 3 ചിത്രമാണല്ലോ ഉള്ളത്. 1, 2, 3. അപ്പം ആ 3 ക്രമത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ. 1, 2, 3. മേരാ ഗോൻസല ബിഗർ ഗയാ, മേരാ കോയി ദോസ്ത് നഹി, ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. അത് ക്രമത്തിൽ എഴുതാട്ടോ. 1, 2, 3 എന്നുള്ള നമ്പർ അനുസരിച്ചിട്ട് ഇവിടേക്ക് 1-ന് 1 അവിടെ എഴുതാം, 2-ന് ഇവിടെ 2 എന്നുള്ളതിൻ്റെ എഴുതാം, 3-ന് ഇവിടെ എഴുതാം. അങ്ങനെ ഇവിടെ തന്നിരിക്കുന്ന ക്രമത്തിൽ എഴുതാം. ഇനി അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ അമ്മക്കെ പാസ് പഹൂഞ്ചായേ ലിഗേം എന്നാണ്. അപ്പം നിങ്ങളിവിടെ ഓരോന്നിൻ്റെ പേര് എഴുതേണ്ടത്. ഇതിനൊന്നും പേരില്ല, അതാണ് എഴുതേണ്ടത്. കുത്ത എന്ന് എഴുതണം. അത് ഇവിടേക്ക് താഴോട്ടേക്ക് ഇത് എഴുതിയ പോലെ എഴുതണം, കുത്ത. പിന്നെ അതേപോലെ ബില്ലി,
പിന്നെ മുർഗി. ഇത് മൂന്നാണ് പേരില്ലാത്തത് അല്ലേ. ഇനി ഇവരെയൊക്കെ ഇവരുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് എത്തിക്കേണ്ടത്. അത് നിങ്ങൾക്ക് അറിയാം, കുത്താതാ പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കാൻ പറ്റും, കണ്ടില്ലേ. പിന്നെ ബില്ലീനെ നമുക്ക് പെട്ടെന്ന് ബിലൗട്ടൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ മുർഗി, ചൂസ കണ്ടോ, അതിനൊക്കെ പേര് താഴെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്രമത്തിൽ എഴുതാണ്. പഹചാനെ ക്രമസേ ലിഖേം എന്നാണ്. ക്രമത്തിൽ എഴുതാനാണ്. ഇവിടെ ക്രമം തെറ്റിച്ചാണ് തന്നത്. നമ്മുടെ ഈ കഥ ഉണ്ടല്ലോ, കഥ ഓർഡർ ആയിട്ടല്ല ഇവിടെ തന്നത്. ഇവിടെ രൂന് ഫ്രണ്ട്സ് ഇല്ല, രൂരു പക്ഷീൻ്റെ പിന്നാലെ പോയി, അമ്മച്ചിടിയ കീശയിൽ കോഴിക്കുഞ്ഞിനെ വെച്ചു, പക്ഷിക്കുഞ്ഞിനെ ചിടിയാക്കെ വെച്ച് പക്ഷിക്കുഞ്ഞിനെ വെച്ചു എന്നൊക്കെ ഇങ്ങനെയാണ് പോരുന്നത്. ക്രമമല്ലാതെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതിനെന്ത് ചെയ്യണം, ക്രമത്തിൽ എഴുതണം. ഓക്കെ, അപ്പം ഇത് ക്രമത്തിൽ ഇതൊന്ന് വായിച്ച അർത്ഥം പറഞ്ഞുതരാം, എന്നിട്ട് ക്രമത്തിൽ എഴുതിയാൽ നോക്കാം കേട്ടോ. രൂരുക്ക കോയി ദോസ്ത് നഹീത. രൂരുവിന് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. രൂരു ചിടിയാക്കെ പീച്ചെ ചൽബട. രൂരു പക്ഷിയുടെ പിന്നാലെ പോയി. അമ്മീനെ ചിടിയാക്കെ ബച്ചേക്കോ ജേബുമേ രഗലിയ. അമ്മ പക്ഷിക്കുഞ്ഞിനെ സഞ്ചിയിൽ വെച്ചു. രൂരു അമ്മിക്ക് ജേബുസേ സിർ നികാല. രൂരു അമ്മയുടെ സഞ്ചിയിൽ നിന്നും തല പുറത്തേക്കിട്ടു. ചിടിയാനെ രൂരുക്കോ ഗാന സിഖാദിയ. ചിടിയ രൂരുവിന് പാട്ട് പഠിപ്പിച്ചു. ബച്ചെ സെമീൻ പർ ബേഹാൽ പടേത്. കുട്ടി തറയിൽ അവശയായി കിടക്കുന്നുണ്ടായിരുന്നു. രൂരുയൊക്കെ കങ്കാരൂക്ക ബച്ചത്. രൂരു ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. ഇത്രയാണുള്ളത്. അതിനെ നമ്മൾ ഓർഡർ ആക്കിയത് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഓർഡർ ആയിട്ട് വരിക. രൂരു ഏക്ക് കങ്കാരൂക്ക ബച്ചാത. രൂരു ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. രൂരുക്ക കോയി ദോസ്ത് നഹീത. രൂരുവിന് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. രൂരു അമ്മിക്ക് ജേബ് സേ സിർ നികാല. രൂരു അമ്മയുടെ കീശയിൽ നിന്നും തല പുറത്തേക്കിട്ടു. രൂരു ചിടിയാക്കെ പീച്ചെ ചൽപ്പട. രൂരു ചിടിയുടെ പിന്നാലെ പോയി. ബച്ചെ സെമീൻ പർ ബേഹാൽ പടേതെ. കുട്ടികൾ തറയിൽ അവശരായി കിടക്കുന്നുണ്ടായിരുന്നു. അമ്മീനെ ചിടിയാക്കെ ബച്ചേക്കോ ജേബ് മേ രഗലിയ. അമ്മ പക്ഷി ചിടിയാക്കെ ബച്ചേക്കോ, അമ്മ പക്ഷിയല്ല, കങ്കാരു അമ്മ ഉണ്ടല്ലോ, കങ്കാരു അമ്മ ചിടിയാക്കെ ബച്ചേക്കോ പക്ഷിക്കുഞ്ഞിനെ കീശയിൽ വെച്ചു. ചിടിയാനെ രൂരുക്കോ ഗാന സിഖാദിയ. പക്ഷി രൂരുവിനെ പാട്ട് പഠിപ്പിച്ചു. അപ്പം ഇങ്ങനെയാണ് ഓർഡർ ആയിട്ട് വരുന്നത്. കണ്ടോ, രൂരുയൊക്കെ കങ്കാരൂക്ക ബച്ചാത, രൂരുക്ക കോയി ദോസ്ത് നഹി. ഇത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതങ്ങനെ ഓരോന്ന് 1 2 3 4 5 അല്ലേ. ഇവിടെ വരെ വരുമ്പോൾ 5 പിന്നെ 6 7 എണ്ണമാണ് വരുന്നത്. 1 2 3 4 5 6 7 ഈ 7 നിങ്ങൾ എവിടേക്കാണ് എഴുതേണ്ടത്? 7 എഴുതേണ്ടത് താഴെ കണ്ടവിടെ, അവിടെയാണ് എഴുതേണ്ടത്. അതിൽ ഒന്നാമത്തെ ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി 6 ഓർഡർ അനുസരിച്ച് ഇവിടേക്ക് ഇങ്ങനെ എഴുതാം. രണ്ടാമത്തെ ഇവിടെ എഴുതാം. 2 3 4 5 6 7. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. സബേരെ ഹി സാരേ മിത്രായെ. രാവിലെ ആയപ്പോൾ എല്ലാ മിത്രങ്ങളും വന്നു. ചിടിയാസെ ബാത്തേം കർണയിലേക്ക്. പക്ഷിയോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. പക്ഷി തലേ ദിവസം എവിടെയായിരുന്നു? തലേ ദിവസം കങ്കാരുവിൻ്റെ സഞ്ചിയിലായിരുന്നു അല്ലേ. അപ്പോൾ പിറ്റേന്ന് വിശേഷം അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നു എന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഇനി നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ആ സംഭാഷണം തയ്യാറാക്കിയത് നോക്കാം. ഇതാണ് സംഭാഷണം കേട്ടോ. ഈ നീല അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതിലാണ് സംഭാഷണം ഉള്ളത്. ഹാത്തി കങ്കാരു കി ജേബ് കൈസാ രഹാ. കങ്കാരുവിൻ്റെ കീശയിൽ സഞ്ചിയിൽ എങ്ങനെയാണ് താമസിച്ചത് ചോദിക്കുകയാണ്. ചീടിയ ബഹുത്ത് അച്ചിലേക്ക്. വളരെ നല്ലതായിരുന്നു, നന്നായിട്ട് താമസിക്കാൻ പറ്റിയെന്ന് പറയാണ് പക്ഷി. മേണ്ടക് കങ്കാരു കി ജേബ് കൈസ. അപ്പം മേണ്ടക് തവള ചോദിക്കുകയാണ് കങ്കാരുവിൻ്റെ സഞ്ചി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുക. പക്ഷി പറയാണ് ബഹുത്ത് മുലായം. നല്ല മൃദുലമായ സഞ്ചിയാണ്. ബാലു ക്യാ തും വഹാ അകേലെ ഹോ. നീ അവിടെ ഒറ്റയ്ക്കായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ബാലു. ബാലു പറഞ്ഞ കരടി ചോദിക്കുകയാണ് നീ അവിടെ ഒറ്റയ്ക്കായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം ചിടിയ പറയാണ് നെഹി മേരെ സാത്ത് രൂരു ബി ഹെ. അല്ല, എന്നോടൊപ്പം രൂരുവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പാമ്പിന് അത്ഭുതം. പാമ്പ് ചോദിക്കുകയാണ് ക്യാ വഹ് ജേബ് ഉത്തനാ ബഡാഹെ. എന്താ ആ കീശ അത്രയ്ക്ക് വലുതാണോ, സഞ്ചി അത്ര വലുതാണോ ചോദിക്കുക. അപ്പോൾ ചിടിയ പറയണം ആ ബഡാഹെ, അതെ വലുതാണ്, സഞ്ചി വലിയതാണ് എന്ന് ആര് പറയുന്നു? പക്ഷി പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബാച്ചിത്ത് വാർത്താലാപ്. ബാച്ചിത്ത് പറഞ്ഞാലും വാർത്താലാപ് പറഞ്ഞാലും ഒന്നാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വാർത്താലാപ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ലിഗേം ക്യാ ക്യാ ദേഖേം എന്തൊക്കെയാണ് കണ്ടതെന്ന് എഴുതുക. കങ്കാരു പിന്നെ രൂരു ഈ കങ്കാരുവിന്റെ സഞ്ചിയിൽ ഇരുന്നുകൊണ്ട് തല പുറത്തേക്ക് ഇട്ടപ്പോൾ കുറച്ച് കാഴ്ചകൾ കണ്ടില്ലേ? ആ കാഴ്ചകളാണ് ഇത് അവിടെ ചിത്രമായിട്ട് തന്നിട്ട് 1 2 3 4 5 ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഒന്ന് മേഘം മൂടിയിട്ട് മഴ പെയ്യുന്നത്, ഒന്ന് പൂവിൽ ഇരുന്നിട്ട് പിന്നെ പൂമ്പാറ്റ തേൻ കുടിക്കുന്നത് അല്ലേ, പിന്നെ ഇവിടെ അസ്തമയം, പിന്നെ ഇവിടെ എന്താണ് വീടിൻ്റെ അടുത്ത് കൂടെ എന്താണ് ഒരു പുഴ ഒഴുകുന്നുണ്ട്, എന്നിട്ട് നദിയുണ്ട്, നദിയിൽ എന്താണുള്ളത് മീനുകൾ അല്ലേ, പിന്നെ ഇവിടെ എന്താണ് മരമുണ്ട്, മരത്തിൽ പക്ഷിയുണ്ട്, പക്ഷി പാടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹിന്ദിയിൽ എഴുതണം. ഇവിടെ ആസ്മാൻ മേ ബാദൽ ഹേ പാനി ബർസത്താ ഹേ എന്ന് എഴുതിയില്ലേ, അത് ഇതിൻ്റെയാണ് കണ്ടോ. ആകാശത്ത് മേഘമുണ്ട്, മഴ പെയ്യുന്നുണ്ട്. അതേപോലെ ബാക്കി ചിത്രമൊക്കെ നോക്കിയിട്ട് ഇത് ഹിന്ദിയിൽ നമ്മൾ എഴുതണം. അതാണ് ചെയ്യേണ്ടത്. അപ്പം അത് എഴുതിയത് നോക്കാം. അതാ അത് എഴുതിയതാ. ആസമാൻ മേ ബാദൽ ഹേ പാനി ബർസത്താ ഹേ, ആകാശത്തിൽ മേഘമുണ്ട്, മഴ പെയ്യുന്നു. പിന്നെന്താണ്? ബഗീച്ചെ മേ പൗദേ ഹേ, തോട്ടത്തില് പൂന്തോട്ടത്തിൽ എന്തുണ്ട്? ചെടികളുണ്ട്. പൗതേമേ കൈ ഫൂൽ ഗിലേ ഹേ, ചെടിയിൽ പലതരത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഫൂല് സേ തിത്തലിയാം, ഇവിടെ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾ മധു ഈ എഴുതിയത് എഴുതണം കേട്ടോ. മധു തിത്തലിയാം മധു പീത്തി ഹേ, പൂക്കളിൽ നിന്നും പൂമ്പാറ്റകൾ തേൻ നുകരുന്നുണ്ട്. അടുത്തത് സന്ധ്യാസമയ ഹേ സൂരജ് വഹാം ഡൂബ് രഹാ ഹെ, സന്ധ്യാസമയമാണ്, സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? അസ്തമിക്കുന്നുണ്ട്. ദൂർ ദൂർ പഹാഡ് ഹെ, ദൂരെയായിട്ട് പർവ്വതങ്ങൾ കാണുന്നുണ്ട്. അടുത്തത് ഗർക്കെ സാമനെ ഏക്ക് നദി ഹെ, വീടിന്റെ പരിസരത്തായിട്ട് എന്തുണ്ട്? ഒരു നദിയുണ്ട്. നദിയിൽ മച്ചലി നഹാത്തെ ഹെ, മത്സ്യങ്ങൾ നീന്തുന്നുണ്ട്. അത്രയാണ് അതിലുള്ള ചിത്രം വരുന്നത്. പിന്നെ ഇവിടെ ഇതാ ഈ പാട്ട് പാടുന്നതിൻ്റെ നമ്മൾ എഴുതാൻ വിട്ടുപോയി ട്ടോ. അപ്പോൾ അത് എഴുതേണ്ട എന്താണ്? പേട് പർ ചിടിയാ ഹേ എന്ന് എഴുതാം. പേട് നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. പേട് പർ ചിടിയാ ഹേ, കേട്ടോ എല്ലാവരും? പേട് പർ ചിടിയാ ഹേ, മരത്തിൽ പക്ഷിയുണ്ട്. ചിടിയാ ഗാ രഹാ ഹേ, അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതാൻ പഠിക്കും കൂടി ആയിട്ടോ. ചിടിയാ ഗാ രഹാ ഹേ, പക്ഷി പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ എഴുതുക അതിൻ്റെത്? പേട് പർ ചിടിയാ ഹേ എന്ന് എഴുതുക. പിന്നെ ചിടിയാ ഗാ രഹാ ഹേ എന്ന് എഴുതുക. പക്ഷി പാടുന്നുണ്ട്. ഗാ രഹാ ഹേ എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ചിടിയാ എന്ന് നമ്മൾ കുറേ പ്രാവശ്യം എഴുതിയതാണല്ലോ. അപ്പൊ ചിടിയാ ഗാ രഹാ ഹേ, പക്ഷി പാടുന്നുണ്ട്. ഇനി അടുത്ത ലാസ്റ്റ് വർക്ക് എന്താണ് വരുന്നത് അറിയോ? ലാസ്റ്റ് വർക്ക് വരുന്നത് പോസ്റ്റർ തയ്യാറാക്കാനാണ്. പോസ്റ്റർ രാഷ്ട്രീയ മിത്രതാ ദിവസാണ് പോസ്റ്റർ. അതിന് സന്ദേശവാക്യം വേണം. സന്ദേശവാക്യം, പിന്നെ ആകർഷകത, നല്ല നല്ല ആകർഷണം തോന്നണം. ഡേറ്റും എഴുതണം എന്നാണ് പറഞ്ഞത് കേട്ടോ. പോസ്റ്ററിനുള്ളത് അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഡേറ്റ് 30 ജൂലൈ ആണ്, മിത്രതാ ദിവസ്. ഡേറ്റ് 30 ജൂലൈ ആണ്. ഇനി സന്ദേശവാക്യമല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് സന്ദേശവാക്യം എഴുതിയത് നോക്കാം. കണ്ട, ജൂലൈ 30 ദോസ്തി സരാബി നാദാൻ ഹോത്തി ഹെ, ഇതാണ് സന്ദേശവാക്യം കേട്ടോ. ഇതാണ് സന്ദേശവാക്യം. അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങൾ ഇവിടേക്ക് എഴുതേണ്ടത്. ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇവിടേക്ക് നിങ്ങൾ എഴുതേണ്ടത് ഇത് രണ്ടുമാണ്. ജൂലൈ 30 ദോസ്തി സരാബി നാദാൻ ഹോത്തി ഹെ എന്നുള്ളതുമാണ് നിങ്ങൾ ഇതിൽ എഴുതേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം അത്രയാണ് നമ്മുടെ പോസ്റ്റർ വരുന്നത് കേട്ടോ. അതൊന്ന് ചെറുതാക്കി കാണിച്ചാൽ എങ്ങനെയാണ് എന്നുള്ളത്. ജൂലൈ 30 ദോസ്തി സരാബി നാദാൻ ഹോത്തി ഹെ അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ്. കണ്ടോ? ദോസ്തി സരാബി നാദാൻ ഹോത്തി ഹെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് നിഷ്കളങ്കമായതാണ്. ഫ്രണ്ട്ഷിപ്പ് അല്പം നിഷ്കളങ്കമായതാണ് എന്നാണ് ദോസ്തി സരാബി നാദാൻ ഹോത്തി ഹെ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ രൂരു എന്ന ചാപ്റ്ററിലെ കഹാനിയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസറും എല്ലാം നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞു. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. പിന്നെ ഒരു കാര്യം, ഇതുപോലെയുള്ള ഇതിൽ എന്താ എഴുതാൻ ചില കുട്ടികൾ ചോദിക്കാറുണ്ട്. ഈ ഹാ നെഹി എന്നൊക്കെ, ഈ നെഹി എന്നുള്ളിടത്ത് നിങ്ങൾ ഒന്നും എഴുതണ്ട കേട്ടോ. ഇവിടെ നിങ്ങൾ ഒന്നും എഴുതണ്ട. ഇവിടെ ഈ ഹാ എന്നുണ്ടല്ലോ, അത് അതേപോലെ ഇറക്കി എഴുതിയാൽ മതി. അതായത് നിങ്ങൾ ചെയ്ത പോസ്റ്ററിൽ സന്ദേശവാക്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സന്ദേശവാക്യം ഉണ്ട്. ആ അതെ. പിന്നെ ആകർഷക, നല്ല ഭംഗിയിലാണോ നിങ്ങൾ ചെയ്തത്? അതെ. ഡേറ്റ് എഴുതിയിട്ടുണ്ടോ? അതെ. ഹാ എന്ന് പറഞ്ഞാൽ അതേ എന്നാണ് കേട്ടോ. എല്ലാത്തിനും ആ ഹാ ഹാ എന്നുള്ള അങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി എഴുതിയാൽ മാത്രം മതി. പിന്നെ ഇവിടെ എന്താണ്? മേരാ വിവരൺ മേ ശീർഷക് ഹേ, നിങ്ങളുടെ വിവരണത്തിന് ശീർഷകമുണ്ടോ? ആ ദൃശ്യക വിവരൺ ഹേ, ദൃശ്യ വിവരണം ചെയ്തിട്ടുണ്ടോ? അതെ. ഉചിത ഭാഷ ഹേ, ഉചിതമായ ഭാഷയാണോ? ഈ മൂന്നെണ്ണത്തിൽ നിങ്ങൾ ഇവിടേക്ക് ഇങ്ങനെ എടുത്ത് ഇതേപോലെ താഴത്തേക്ക് ഇറക്കി എഴുതിയാൽ മതി. ഇവിടങ്ങളൊന്നും എഴുതണ്ട, ഇവിടങ്ങളൊന്നും എഴുതണ്ട കേട്ടോ. ഇവിടേക്ക് ഇതന്നെ താഴോട്ടേക്ക് ഇറക്കി എഴുതാം. ഓക്കെ.